morning all. Today let us discuss about another topic, which is error detection and correction. So in the last session we have discussed the different modes of digital transmission, which are serial and parallel. So when we transmit this digital information through a transmission channel or a wire, the errors can occur in the bits. Okay, so for example, if we are transmitting 1011, okay, the sender is transmitting 1011. At the receiver side, we cannot predict that the 1011 will be reaching there. At the receiver side, the bit will be becoming 1111. Okay, this is what the bit received at the receiver side. Okay, അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, the second bit is altered, അല്ലേ? Second bit is altered. So how we can detect such errors? ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു സെൻട്രൽ സൈഡിൽ നിന്ന് റിസീവർ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ ബിറ്റിൽ ഈ എറർ വന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യും? ഹൗ വിൽ വി ഡിറ്റക്ട് സച്ച് എറേഴ്സ്? ഓക്കെ, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എറർ ഡിറ്റക്ഷൻ. ഓക്കെ, സോ എറർ ഡിറ്റക്ഷൻ ഈസ് നത്തിങ് ബട്ട് ദ ഡിറ്റക്റ്റിംഗ് ദ എറേഴ്സ് ഇൻ ദ ബിറ്റ്സ് ബൈ ട്രാൻസ്മിഷൻ. ഓക്കെ, ഇനി കറക്ഷൻ എന്താണ്? വാട്ട് യു മീൻ ബൈ കറക്ഷൻ? Okay, now we have found out that we have the error is occurred in the second bit, അല്ലേ? സെക്കൻഡ് ബിറ്റിൽ എറർ സംഭവിച്ചു എന്നുള്ളത് we have found out. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യാൻ എന്തൊക്കെ മെക്കാനിസംസ് യൂസ് ചെയ്യണം? അതായത് 1 എന്നുള്ള we have to change it to 0. ഓക്കെ, അതാണ് കറക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ. ഓക്കെ, while transmission of digital data, errors can occur in the bits. So how can we detect those errors and can correct those errors? That is discussed in this module, this topic. Okay, error detection and correction. So error detection and correction. Data can be corrupted during transmission. Okay, during transmission of digital data, it can be corrupted. Many factors can alter one or more bits of a message. അപ്പോൾ ഇത് ഓൾട്ടറേഷൻ വരുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് കാരണമായിരിക്കാം. ചിലപ്പോൾ നെറ്റ്വർക്ക് കൺജഷൻ കാരണമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ്വർക്കിൽ എന്തെങ്കിലും എറേഴ്സ് വരുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രീച്ച്, സെക്യൂരിറ്റി ബ്രീച്ച് വരുമ്പോഴായിരിക്കാം. സെക്യൂരിറ്റി ബ്രീച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അറ്റാക്കർ നമ്മളെ ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുമ്പം ചിലപ്പോൾ എറർ വരാം. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കും നമുക്ക് ഈ ഓൾട്ടറേഷൻ വരുന്നത്, ബിറ്റ്സിൽ ഓൾട്ടറേഷൻ വരുന്നത് അതുകൊണ്ടാണ്. അതാണ് പറയുന്നത്, മെനി ഫാക്ടേഴ്സ് ക്യാൻ ഓൾട്ടർ വൺ ഓർ മോർ ബിറ്റ്സ് ഓഫ് എ മെസ്സേജ്. സം ആപ്ലിക്കേഷൻസ് റിക്വയർ ദാറ്റ് എറേഴ്സ് ബി ഡിറ്റക്റ്റഡ് ആൻഡ് കറക്റ്റഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് വി ഹാവ് ടു ഡിവൈസ് എ സിസ്റ്റം സച്ച് ദാറ്റ് വി ക്യാൻ ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് കറക്റ്റ് ദോസ് എറേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് അവർ ടാർഗറ്റ്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. See the different types of errors. Okay, so whenever bits flow from one point to another, they are subject to unpredictable changes because of interference. നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്ട്രീംസ് ഓഫ് ബിറ്റ്സ് ആയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ സീരിയൽ ട്രാൻസ്മിഷനിൽ കണ്ടിന്യൂസ് സ്ട്രീംസ് ഓഫ് ബിറ്റ്സ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കണ്ടിന്യൂസ് സ്ട്രീംസ് ഓഫ് ബിറ്റ്സ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഏതെങ്കിലും ബിറ്റ്സുകൾ തമ്മിൽ ഇൻ്റർഫിയറൻസ് വന്ന് ചിലപ്പോൾ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, this one first and the second bit can be interchanged. ഇത് തമ്മിൽ ചിലപ്പം ഇൻ്റർചേഞ്ച്ഡ് ആവാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും the data will be reaching at the destination will be like this, 0 1 1 1 1. Clear? So this type of interference can happen between the bits. Clear? അപ്പോൾ അതിനെയാണ് നമ്മൾ അൺപ്രഡിക്റ്റബിൾ ചേഞ്ചസ് എന്ന് പറയുന്നത്. അൺപ്രഡിക്റ്റബിൾ ചേഞ്ചസ് ക്യാൻ occur in the bits. Such unpredictable changes are called interference. ഓക്കെ, പിന്നെ വേറെ രീതിയിൽ ഇൻ്റർഫിയറൻസ് വരാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ലൈനിൽ നിന്നുള്ള ഇൻഫർമേഷൻ, ഇപ്പോൾ ഈ ലൈനിൽ, ഈ വയറിൽ വി ആർ ഹാവിങ് ട്രാൻസ്മിറ്റിംഗ് ബിറ്റ്സ്. ഓക്കെ, ഇവിടെയും അതുപോലെ ബിറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലൈനിലുള്ള ബിറ്റ്സ് ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഈ ലൈനിലുള്ള ബിറ്റ്സ് ഇങ്ങോട്ട് വരാം. അതിനാണ് നമ്മൾ ക്രോസ് ടോക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ഇൻ്റർഫിയറൻസ്. ഓക്കെ, സോ സച്ച് ടൈപ്പ് ഓഫ് ഇൻ്റർഫിയറൻസ് ക്യാൻ ഹാപ്പൻ ഇൻ ദ bits, and that will be the result of an error. That results in an error. Okay, അതാണ് പറയുന്നത്, unpredictable changes. Now different types of errors that can occur in the system, in a digital system, is single bit error and burst error.
single bit, from the name itself we can say that single bit error means the error occurring at a single bit in a bit stream. ഒരു ബിറ്റ് സ്ട്രീമിൽ ഒരു സിംഗിൾ ബിറ്റിലാണ് എറർ വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ എ സിംഗിൾ ബിറ്റ് എറർ. ബേഴ്സ്റ്റ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് മോർ ദാൻ വൺ ബിറ്റ്, ദർ ഇസ് എറർ ഈസ് ഒക്കറിങ് ഇൻ മോർ ദാൻ വൺ ബിറ്റ് ഇൻ എ ബിറ്റ് സ്ട്രീം അല്ലെങ്കിൽ സ്ട്രീംസ് ഓഫ് ബിറ്റ്സ്. ക്ലിയർ? അതാണ് സിംഗിൾ ബിറ്റ് എറർ ആൻഡ് ബേഴ്സ്റ്റ് എറർ. അപ്പോൾ ടൈപ്സ് ഓഫ് എറേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വി ആർ ഹാവിങ് ടു ക്ലാസിഫിക്കേഷൻ, സിംഗിൾ ബിറ്റ് എറർ ആൻഡ് ബേഴ്സ്റ്റ് എറർ. ഓക്കെ, ലെറ്റ് us ഡിസ്കസ് those two categories. Single bit error. Single bit error, in a single bit error only one bit in the data unit has changed. ഇതുപോലത്തെ ഒരു ബിറ്റ് സ്ട്രീമിൽ, സ്ട്രീം ഓഫ് കണ്ടിന്യൂസ് ബിറ്റ് സ്ട്രീംസിൽ ഏതെങ്കിലും ഒരു ബിറ്റായിരിക്കും ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, 1 2 3 4 5, ഫിഫ്ത്ത് ബിറ്റ് ഈസ് ചേഞ്ച്ഡ്. ഓക്കെ, അത് 0 എന്നുള്ളത് ഇറ്റ് ഹാസ് ചേഞ്ച് ടു 1. അപ്പോൾ റിസീവർ സൈഡിൽ സെൻഡ് ചെയ്ത സംഭവം ഇതാണ്. റിസീവർ സൈഡിൽ എത്തിയപ്പോഴത്തേക്കും ഫിഫ്ത്ത് ബിറ്റിൽ there happened a manipulation. Okay, that is an error has occurred. The fifth bit, the 0 has changed to 1. Clear? ഇതാണ് സിംഗിൾ ബിറ്റ് എറർ. Now what about burst error? Burst error is nothing but the error occurs in more than one bits in the data unit. Okay, burst error means that one or more bits in the data unit have changed. Clear? ഇതുപോലത്തെ ഒരു ബിറ്റ് സ്ട്രീംസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, റിസീവർ സൈഡിലെത്തിയപ്പോഴത്തേക്കും നമുക്ക് ഏതൊക്കെ ബിറ്റിൽ എറർ വന്നു? 4th ബിറ്റിൽ വന്നു, 5th ബിറ്റിൽ വന്നു, പിന്നെ 8th ബിറ്റിൽ വന്നു, പിന്നെ 11th ബിറ്റിൽ വന്നു. അപ്പം ഇത്ര എറേഴ്സ് ഇവിടെ ഒക്കർ ചെയ്തു. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ബേഴ്സ്റ്റ് എറർ. ഓക്കെ, ബേഴ്സ്റ്റ് എറർ ഹാപ്പൻസ് ഓൺലി ഇൻ ദ കണ്ടിന്യൂസ് സ്ട്രീംസ് ഓഫ് ഡാറ്റ and it occurs when more than one bit, the error occurred in more than one bit. Okay, അതാണ് ബേഴ്സ്റ്റ് എറർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ബേഴ്സ്റ്റ് എറർ ഈസ് മോർ ലൈക്ലി ടു ഒക്കർ ദാൻ എ സിംഗിൾ ബിറ്റ് എറർ. അപ്പോൾ സിംഗിൾ ബിറ്റ് എറർ എന്ന് പറയുന്നത് ഇറ്റ് ഹാപ്പൻസ് വെരി റെയർലി. ഓക്കെ, ചാൻസസ് ഓഫ് ഒക്കറിങ്, ബേഴ്സ്റ്റ് എറർ ഈസ് ഹാവിങ് മോർ പ്രോബിലിറ്റി ഓഫ് ഒക്കറിങ്. ഓക്കെ, സിംഗിൾ ബിറ്റ് എറർ എന്ന് പറയുന്നത് അതിൻ്റെ ഒക്കറിയുള്ള ചാൻസസ് വളരെ കുറവാണ്. ബേഴ്സ്റ്റ് എററാണ് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിറ്റ് സ്ട്രീംസിൽ നമുക്ക് മൾട്ടിപ്പിൾ ബിറ്റ്സിൽ എറർ സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ അതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് ദീസ് ബിറ്റ്സ്, ദി എറേഴ്സ് ആർ നോട്ട് ഒക്കറിങ് ഇൻ എ കണ്ടിന്യൂസ് മാനർ. ഓക്കെ, കോൺസിക്യൂട്ടീവ് ബിറ്റ്സിലല്ല എറേഴ്സ് ഉണ്ടാകുന്നത്. അതും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എറേഴ്സ് ഡു നോട്ട് നെസസറിലി മീൻ ടു ഒക്കർ ഇൻ ദ കോൺസിക്യൂട്ടീവ് ബിറ്റ്സ്. കോൺസിക്യൂട്ടീവ് ബിറ്റ്സിലല്ല എറർ ഉണ്ടാകുന്നത്. ഓക്കെ, ഇതാണ് ബേഴ്സ്റ്റ് എററിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ക്ലിയർ? ബേഴ്സ്റ്റ് എറർ. അപ്പോൾ ബേഴ്സ്റ്റ് എറർ എന്താണ്? ബേഴ്സ്റ്റ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ ഒക്കറിങ് ഇൻ മോർ ദാൻ വൺ ബിറ്റ് ഇൻ എ സ്ട്രീം ഓഫ് ബിറ്റ്സ്. ഓക്കെ, അല്ലെങ്കിൽ സ്ട്രീം ഓഫ് ഡാറ്റ. അതാണ് ബേഴ്സ്റ്റ് എറർ. ക്ലിയർ? അപ്പോൾ ബേഴ്സ്റ്റ് എറർ നെസസറിലി മീൻ ദാറ്റ് ഇറ്റ് ഒക്കേഴ്സ് ഇൻ എ കോൺസിക്യൂട്ടീവ് ബിറ്റ്സ്. കോൺസിക്യൂട്ടീവ് ബിറ്റ്സിലല്ല എറേഴ്സ് ഒക്കർ ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ, റിഡൻഡൻസി. അപ്പോൾ റിഡൻഡൻസി എന്ന് പറയുന്നത് നമ്മൾ ഈ എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സിസ്റ്റമാണ് റിഡൻഡൻസി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, വിൽ ബി ഇൻ്റഗ്രേറ്റിംഗ് സം റിഡൻഡൻറ്റ് ബിറ്റ്സ് എലോങ് വിത്ത് അവർ ഡാറ്റ. നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റയുടെ കൂടെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വി ആർ സെൻഡിങ് 101, ദിസ് ഈസ് അവർ ഡാറ്റ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ വിൽ ബി പാഡിങ് 2 അഡീഷണൽ ബിറ്റ്സ്, സേ 1 എന്ന് പറയുന്ന 2 അഡീഷണൽ ബിറ്റും കൂടെ ഇതിൻ്റെ കൂടെ പാഡ് ചെയ്തു. ഓക്കെ, അതുകൂടെ നമ്മൾ ഇതിൽ പാഡ് ചെയ്തു, ഇത് സെൻഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ റിസീവർ സൈഡിലും നമ്മൾ ഇത് ചെക്ക് ചെയ്യും. ഈ റിഡൻഡൻറ്റ് ബിറ്റ് അവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. ഇതേ റിഡൻഡൻറ്റ് ബിറ്റ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കറക്റ്റ്. ക്ലിയർ? റിസീവ് ചെയ്ത ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ സെൻഡ് ചെയ്ത് എന്താണോ അത് തന്നെയാണ് റിസീവ് ചെയ്തിരിക്കുന്നത് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതാണ് റിഡൻഡൻസി എന്ന് പറയുന്നത്. ഓക്കെ, റിഡൻഡൻസി എന്ന് പറയുന്നത് അതാണ്. ടു ഡിറ്റക്റ്റ് അവർ കറക്റ്റ് എറേഴ്സ് വി നീഡ് ടു സെൻഡ് എക്സ്ട്രാ ഓർ അഡീഷണൽ ഓർ റിഡൻഡൻറ്റ് ബിറ്റ്സ് വിത്ത് ദ ഡാറ്റ. ഡാറ്റയുടെ കൂടെ ഈ റിഡൻഡൻറ്റ് ബിറ്റ്സും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. റിഡൻഡൻറ്റ് ബിറ്റ്സ് ആർ ആഡഡ് ബൈ ദ സെൻഡർ ആൻഡ് റിമൂവ്ഡ് ബൈ ദ റിസീവർ. ഇത് സെൻഡ് ചെയ്യുന്നത് ആരാണ്? റിഡൻഡൻറ്റ് ബിറ്റ്സ് പാഡ് ചെയ്യുന്നത് സെൻഡറാണ്. അപ്പോൾ റിസീവർ സൈഡിൽ ഇത് വെരിഫൈ ചെയ്തിട്ട് അതിനെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഡാറ്റ മാത്രം എടുക്കും. ക്ലിയർ? ദിസ് ഈസ് കോൾഡ് റിഡൻഡൻസി.
ഓക്കെ, അപ്പോൾ റിഡൻഡൻസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടേം നമ്മൾ പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ എറർ ഡിറ്റക്ഷൻ മെക്കാനിസംസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റുകളാണ് നമ്മൾ പറയുന്നത്, പാരിറ്റി ആൻഡ് CRC. ഓക്കെ, ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് പാരിറ്റി. സോ എറർ ഡിറ്റക്ഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ കുറേ സ്ട്രീംസ് ഓഫ് ബിറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ എറർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നെങ്ങനെ ചെക്ക് ചെയ്യാം, എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, കറക്ഷൻ പിന്നീടേ വരുന്നുള്ളൂ. നമ്മളിവിടെ ഓൺലി ഫോക്കസിങ് ഓൺ ദ ഡിറ്റക്ഷൻ strategy. Okay, we are only focusing on the detection. Correction is happening in the next stage. The first stage എന്ന് പറഞ്ഞാൽ എറർ ഡിറ്റക്ഷൻ ആണ്. ഓക്കെ, സോ ഹൗ വി ക്യാൻ ഡിറ്റക്ട് ദോസ് എറേഴ്സ്? എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ. ഇപ്പോൾ എന്താണ് എറർ ഡിറ്റക്ഷൻ, എന്താണ് എറർ കറക്ഷൻ? ഓക്കെ, ഇൻ എറർ ഡിറ്റക്ഷൻ വി ആർ ലുക്കിംഗ് ഓൺലി ടു സീ ഇഫ് എനി എറർ ഹാസ് ഒക്കേർഡ്. ഓക്കെ, വി ആർ നോട്ട് ഈവൻ ഇൻട്രസ്റ്റഡ് ഇൻ ദ നമ്പർ ഓഫ് എറേഴ്സ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? എറർ ഒക്കർ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത്. എറർ കറക്റ്റ് ചെയ്യുന്നില്ല. വി ആർ ലുക്കിംഗ് ഓൺലി ടു സീ ഇഫ് എൻ എറർ ഹാസ് ഒക്കേർഡ്. വി ആർ നോട്ട് ഈവൻ ഇൻട്രസ്റ്റഡ് ഇൻ ദ നമ്പർ ഓഫ് എറേഴ്സ്. എറേഴ്സ് ഒക്കർ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്പർ ഓഫ് എറേഴ്സ് എത്ര ഉണ്ടെന്ന് പോലും നമ്മൾ അളക്കുന്നില്ല. ഇൻ എറർ കറക്ഷൻ വി നീഡ് ടു നോ ദ എക്സാക്ട് നമ്പർ ഓഫ് ബിറ്റ്സ് ദാറ്റ് ആർ കറപ്റ്റഡ് ആൻഡ് ദെയർ ലൊക്കേഷൻ ഇൻ ദ മെസ്സേജ്. എറർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയൊക്കെ എറർ സംഭവിച്ചു, ഏത് ലൊക്കേഷനിലാണ് എറർ സംഭവിച്ചത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെക്കൻഡ് ബിറ്റിൽ എറർ സംഭവിച്ചു. അപ്പോൾ സെക്കൻഡ് ബിറ്റിലെ എറർ നമ്മൾ മാറ്റണം എന്ന് പറയുന്ന പോലെ ആ എക്സാക്റ്റ് എത്ര എറേഴ്സ് സംഭവിച്ചു, ഏതൊക്കെ ബിറ്റ് പൊസിഷനിലാണ് എറർ സംഭവിച്ചത് എന്നുള്ളതെല്ലാം ഈ എറർ കറക്ഷൻ മെക്കാനിസത്തിൽ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ എറർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. എറർ ഡിറ്റക്ഷൻ കുറച്ചുകൂടെ എളുപ്പമാണ്. എറർ ഡിറ്റക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്, കറക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ എറർ ഡിറ്റക്ഷൻ we are only looking whether any error has occurred. Okay, we are not even interested in the number of errors. But error correction is not like that. We need the exact number of errors and the position in which the error is occurred. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ വേണം. ഓക്കെ, അതാണ് എറർ കറക്ഷൻ ആൻഡ് ഡിറ്റക്ഷൻ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ചിലപ്പോൾ ഡിഫറൻസ് ചോദിക്കുമ്പോൾ ഇതെഴുതുക. നൗ എറർ ഡിറ്റക്ഷൻ മെക്കാനിസത്തിൽ ഫസ്റ്റ് വണ്ണാണ് പാരിറ്റി. Okay, we are not discussing on the error correction mechanism. We are only discussing on the error detection mechanism. The first one is parity. What do you mean by parity? Parity checking. The simplest the error detection scheme is to append a parity bit to the end of the block of data. Okay, നമ്മൾ ബ്ലോക്ക് ഓഫ് ഡാറ്റയിൽ ഒന്നുകിൽ എൻഡിൽ, ഒന്നുകിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ, അല്ലെങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് പൊസിഷനിൽ നമ്മൾ ഒരു അഡീഷണൽ ഒരു ബിറ്റും കൂടെ നമ്മൾ പാഡ് ചെയ്യും. ഓക്കെ, പാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാരിറ്റി ബിറ്റ് ഈസ് അറ്റാച്ച് ടു ഈച്ച് 7 ബിറ്റ് ക്യാരക്ടർ. അപ്പോൾ പാരിറ്റി ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന 7 ബിറ്റ് ഉണ്ടെങ്കിൽ ആ 7 ബിറ്റിൽ ഒരു ബിറ്റ് 7 ബിറ്റിലായിരിക്കും, ആ ഒരു 7 ബിറ്റ് ഗ്രൂപ്പിലായിരിക്കും നമ്മൾ ഒരു പാരിറ്റി നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ബിറ്റ് ഫോർ ട്രാൻസ്മിഷൻ വിൽ ബി 8 ബിറ്റ്. അപ്പോൾ 7 ബിറ്റിൻ്റെ കൂടെ അഡീഷണൽ വിൽ ബി പാഡിങ് 1 more bit, that is called as parity bit. Okay, there are 2 variants of parity bits. Okay, even parity and odd parity. അപ്പോൾ എന്താണ് ഈ പാരിറ്റി എന്ന് പറയുന്നത്? ഓക്കെ, നമ്മൾ ഈവൻ പാരിറ്റി ഉണ്ട്, ഓഡ് പാരിറ്റി ഉണ്ട്. എന്താണ് ഈവൻ പാരിറ്റി, ഓഡ് പാരിറ്റി? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ലുക്ക് അറ്റ്, നമുക്ക് ഈ ഫിഗർ, ഈ ഒരു ഇത് നോക്കുക, ബ്ലോക്ക് ഡയഗ്രാം ഈ ഒരു ടേബിൾ നോക്കുക. ടേബിളിൽ ഇത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു 7 ബിറ്റ് ഡാറ്റയാണ്. ഓക്കെ, അപ്പോൾ 7 ബിറ്റ് ഡാറ്റയാണ് നമ്മളിലുള്ളത്. ക്ലിയർ? അപ്പോൾ ഈവൻ പാരിറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ വിൽ കൗണ്ട് ദ നമ്പർ ഓഫ് വൺസ്. ഓക്കെ, നമ്പർ ഓഫ് വൺസ് ഇൻ ദിസ് ബിറ്റ്. ഇതിൽ നമ്പർ ഓഫ് ബിറ്റ്സ് എത്രയാണെന്നുള്ള നോക്കുക, നമ്പർ ഓഫ് വൺസ് എത്രയാണെന്ന് നോക്കുക. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഈവൻ ആക്കി തന്നെ സൂക്ഷിക്കണമെങ്കിൽ വിൽ ജസ്റ്റ് ആഡ് അഡീഷണൽ എ ബിറ്റ് 0. ഓക്കെ, ഇനി ഓഡ് പാരിറ്റി ആക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈവൻ പാരിറ്റിയിൽ ദ നമ്പർ ഓഫ് വൺസ് വിൽ ബി 0, 2, 4, 6, 8, 10 എക്സെട്ര. ഓക്കെ, ഇപ്പോൾ ഈവൻ പാരിറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ഈവൻ പാരിറ്റി ദ നമ്പർ ഓഫ് വൺസ് ഇൻ ദ ഡാറ്റ ബിറ്റ് മസ്റ്റ് ബി 0, 2, 4, 6, 8. ദാറ്റ് ഈസ് ഇൻ ഈവൻ ഫാഷൻ. ഓക്കെ,
ക്ലിയർ? അപ്പം ഈവൻ പാരിറ്റി എന്താണ്? ഈവൻ പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ചെക്ക് ദ ഡാറ്റാ ബിറ്റ്സ് ആൻഡ് വിൽ ചെക്ക് വെദർ ദ നമ്പർ ഓഫ് വൺസ് ഇൻ ദ ഡാറ്റാ ബിറ്റ് ഈസ് ഇൻ ഈവൻ. ഓക്കെ, ഈവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 0, 2, 4, 6, 8. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്പർ ഓഫ് വൺസ് ഈസ് 0. സോ ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ ഈവൻ. ഓക്കെ, അത് ഈവൻ ആയതുകൊണ്ട് നമ്മളതിന് 0 കൊണ്ട് പാഡ് ചെയ്യും. കാരണം ഇവിടെ 1 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓഡായി പോകും. ഓക്കെ, അപ്പോൾ ഈവനായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളിവിടെ 0 പാഡ് ചെയ്യും. ഈ 0 ഈസ് പാഡിങ് അറ്റ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് പൊസിഷൻ. ക്ലിയർ? ചിലർ നമ്മൾ എൻഡിൽ പാഡ് ചെയ്യുന്നൊക്കെ പറയും. നമ്മളിവിടെ ആക്ച്വലി നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ പൊസിഷനിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഓഡ് പാരിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ദ നമ്പർ ഓഫ് വൺസ്. ഓക്കെ, വിൽ കൗണ്ട് ദ നമ്പർ ഓഫ് വൺസ് ഇൻ ദ 7-bit ഡാറ്റ. ഇഫ് ദ നമ്പർ ഓഫ് വൺസ് ഈസ് ഇൻ ഓഡ്, ഇറ്റ് ഈസ് ഓഡ് പാരിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് വൺസ് ഇല്ല. ഓക്കെ, നമ്പർ ഓഫ് 1 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഓഡ് പാരിറ്റി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു 1 കൂടെ പാഡ് ചെയ്യും. ഓക്കെ, 1 പാഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എത്ര 1 ആയി? സിംഗിൾ 1 ആയി. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇൻ ഓഡ് പാരിറ്റി. ക്ലിയർ? ഇത് നമുക്ക് ഓഡ് പാരിറ്റിയിലാക്കണം. നെക്സ്റ്റ് 7-bit ഡാറ്റ. സി ഹിയർ, ഹൗ മെനി വൺസ് ആർ ദെയർ? 1, 2, 3. ഓക്കെ, 1, 2, 3. അപ്പോൾ ഇതിനെ നമ്മൾ ഈവൻ പാരിറ്റിയിൽ എങ്ങനെയാക്കും? 1, 2, 3. 1, 2, 3 എന്ന് പറഞ്ഞാൽ 3 വൺസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെ ഈവൻ പാരിറ്റി ആക്കണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ 4 വൺസ് വേണം, അല്ലേ? ഈവൻ നമ്പർ ആക്കണമെങ്കിൽ നമുക്കതിനെ 4 ആക്കണം. സോ വിൽ ബി പാഡിങ് അഡീഷണൽ 1 ബിറ്റ്. അത് പാഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് ഈവൻ പാരിറ്റി. 1, 2, 3, 4. ക്ലിയർ? ഇതെന്താണ്? ഇനി ഓഡ് പാരിറ്റി എങ്ങനെയാണ് കൊടുക്കുന്നത്? എത്ര വൺസ് ഉണ്ട്? 3 1 സോ ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ ഓഡ്. ഓക്കെ, ഓഡിലാണ്. അതുകൊണ്ട് നമ്മൾ ഓഡ് പാരിറ്റി എന്ന് പറയുന്നത് 0 കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്രയാവും? 4 1 ആവില്ലേ? അപ്പോൾ അത് ഓഡാവില്ല, അത് ഈവനായിപ്പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് ഈവൻ പാരിറ്റിയുടെ അവിടെ നമ്മൾ 1 ബിറ്റ് കൊടുക്കും. ഓക്കെ, ഓഡ് പാരിറ്റിയുടെ അവിടെ 0 കൊടുക്കും. വാട്ട് അബൌട്ട് ദിസ്? 1 1 0 1 0 0 1. ഹൗ മെനി വൺസ് ആർ ദെയർ? 4 വൺസ്. സോ ഇറ്റ്സ് ഓൾറെഡി ഇൻ ഈവൻ. ഈവൻ ആയതുകൊണ്ട് ഈവൻ പാരിറ്റി നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ഓഡ് പാരിറ്റി ആയതുകൊണ്ട് അത് ഓഡ് പാരിറ്റി അല്ലാത്തത് കൊണ്ട് വിൽ ബി പാഡിങ് 1 more ബിറ്റ്. ഇപ്പോൾ ഇത് ഒന്നും കൂടെ ബിറ്റ് പാഡ് ചെയ്യുമ്പോഴത്തേക്കും അത് ഓഡായില്ലേ? നമ്പർ ഓഫ് വൺസ് നോക്ക്, 1 2 3 4 5 ബിറ്റ്സ്, 5 വൺസ്. ഓക്കെ, ഇപ്പോൾ നമ്പർ ഓഫ് വൺസ് ഈസ് 5 ഇൻ ദ ഓഡ് പാരിറ്റി. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 1 പാഡ് ചെയ്ത്. ഓക്കെ, വാട്ട് അബൌട്ട് ദിസ്? ഇവിടെ നമുക്ക് എത്ര വൺസ് ഉണ്ട്? 7 ഉണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ഓഡ്. അപ്പോൾ ഇതിനെ ഈവൻ ആക്കണമെങ്കിൽ നമുക്കൊരു അഡീഷണൽ 1 ബിറ്റും കൂടെ നമ്മൾ പാഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഈവനായി. ക്ലിയർ? ഇനി ഇത് ഓഡ് ആക്കണമെങ്കിലോ? ഇത് ഓഡ് ആക്കണമെങ്കിൽ ഇറ്റ്സ് ഓൾറെഡി ഇൻ ഓഡ്. ഓക്കെ, അപ്പോൾ ഓഡ് പാരിറ്റി ആക്കണമെങ്കിൽ നമ്മൾ ഒരു 0 കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഓഡാവും. ക്ലിയർ? ഇതാണ് ഈവൻ പാരിറ്റി ഓഡ് പാരിറ്റി തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ് us discuss the theoretical part. Even parity. For a given set of bits, the number of 1 is counted. Okay, നമ്മുടെ ഡാറ്റ ബിറ്റ്സിൽ വിൽ ബി കൗണ്ടിങ് ദ നമ്പർ ഓഫ് 1. ഇഫ് ദാറ്റ് കൗണ്ട് ഈസ് ഓഡ്, ആ കൗണ്ട് ഓഡ് ആണെങ്കിൽ ദ പാരിറ്റി ബിറ്റ് വാല്യൂ ഈസ് സെറ്റ് ടു 1. ഓക്കെ, നമ്മൾ കൗണ്ട് ചെയ്യുമ്പം അത് ഈവൻ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ the parity bit will be 1. Okay, making the total count of ones in the whole set including the parity bit as an even number. Okay, അപ്പം നമ്മുടെ ഡാറ്റയും നമ്മുടെ പാരിറ്റി ബിറ്റ് കൂടെ ചേർന്ന് ഈവൻ നമ്പർ ഓഫ് വൺസ് ആവണം. അതാണ് ഈവൻ പാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ദ കൗണ്ട് ഓഫ് ദ വൺസ് ഇൻ എ ഗിവൺ സെറ്റ് ഓഫ് ബിറ്റ്സ് ഈസ് ഓൾറെഡി ഇൻ ഈവൻ. ഓക്കെ, നമ്മൾ കൗണ്ട് ചെയ്യുമ്പം നമ്പർ ഓഫ് വൺസ് ഓൾറെഡി ഈവൻ ആണെങ്കിൽ ദ പാരിറ്റി ബിറ്റ് വിൽ ബി 0. ഓക്കെ, അതാണ് ഈവൻ പാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈവൻ പാരിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നമ്പർ ഓഫ് വൺസ് കൗണ്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ 1 0 1. ഓക്കെ, 1 0 1. അപ്പോൾ ഇതിൽ നമ്മൾ നമ്പർ ഓഫ് വൺസ് കൗണ്ട് ചെയ്യും. എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട്? 2 വൺസ് ആണ്. അപ്പോൾ 2 വൺസ് ആയതുകൊണ്ട് ഇത് ഓൾറെഡി ഇൻ ഈവൻ. ഓക്കെ, ഈ ഓൾറെഡി ഇൻ ഈവൻ ആയതുകൊണ്ട് നമ്മുടെ പാരിറ്റി ബിറ്റ് എന്ന് പറയുന്നത് 0 ആവും. ഓക്കെ, സോ ദാറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് പാരിറ്റിയും കൂടെ ചേർന്നിട്ട് ടോട്ടൽ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് 2 അല്ലേ? ക്ലിയർ? ഇനി വേറൊരു കോൺസെപ്റ്റ് 0 0 1.
ഓക്കെ, ഇത് ഓഡല്ല, ഇത് ഈവൻ അല്ല. നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഈവൻ പാരിറ്റി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ഒരു 1 കൂടെ ഇപ്പുറത്ത് ആഡ് ചെയ്യും. അപ്പോഴത്തേക്കും ഇത് ടോട്ടൽ എടുക്കുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് 2 ones അല്ലേ, ഈവൻ നമ്പർ ഓഫ് വൺസ് ആവും. ക്ലിയർ? ഇതാണ് ഈവൻ പാരിറ്റി. ഓക്കെ, നൗ ഓഡ് പാരിറ്റി. ഫോർ എ ഗിവൺ സെറ്റ് ഓഫ് bits the number of 1 is counted. Same process, number of 1 count ചെയ്യും. if that count is even, okay, അത് ഈവൻ ആണെങ്കിൽ the parity bit value is set to 1, making the total count of ones in the whole set including the parity bit and odd number. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം നമ്മളെ കയ്യിൽ ഡാറ്റ ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ 110 ആണ് നമ്മളെ ഡാറ്റ. ഓക്കെ, അപ്പോൾ ഇത് ഓഡ് പാരിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിൽ കൗണ്ട് ദ നമ്പർ ഓഫ് വൺസ്. ഹൗ മെനി വൺസ് ആർ ദർ? 2 ones ആർ ദർ. ഓക്കെ, 2 ones ഉണ്ട്. അപ്പോൾ 2 ones എന്ന് പറയുന്നത് അത് ഈവനാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഓഡ് പാരിറ്റി ആക്കാൻ വേണ്ടിയിട്ട് വിൽ ബി പാഡിങ് അഡീഷണൽ 1 bit ഹിയർ. ഓക്കെ, അപ്പോഴത്തേക്ക് ഇത് ഓഡ് പാരിറ്റി ആയി കഴിഞ്ഞു. ക്ലിയർ? ഇനി വേറൊരു എക്സാമ്പിൾ 100. ഓക്കെ, ഇത് നമ്മൾ നമ്പർ ഓഫ് വൺസ് കൗണ്ട് ചെയ്യും. അത് എത്ര വൺസ് ഉണ്ട്? ഒരു 1 ഉള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ ഓഡ്. അതുകൊണ്ട് നമ്മളിതിൻ്റെ ഓഡ് പാരിറ്റി എന്ന് പറയുന്നത് 0 ആയിട്ട് സെറ്റ് ചെയ്യും. കാരണം ഇത് ടോട്ടൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ടോട്ടൽ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഓഡായി അല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഓഡ് തന്നെയാണ് അല്ലേ. പാരിറ്റിയും കൂടെ ചേർത്ത് ടോട്ടൽ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഓഡായി. ക്ലിയർ? ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡ് പാരിറ്റി ആൻഡ് ഈവൻ പാരിറ്റി. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. Next is two-dimensional parity. What do you mean by two-dimensional parity? അപ്പോൾ ഇതിൽ ഇങ്ങനൊരു നമ്മൾ റോ വൈസും കോളം വൈസും നമ്മൾ പാരിറ്റി ചെക്ക് ചെയ്തിട്ട് അതിൽ എറർ ഏത് പൊസിഷനിലാണ് എവിടെയാണ് വന്നതെന്നുള്ളത് വി ക്യാൻ ഡിറ്റക്റ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പാരിറ്റി, ഇവിടെ നമ്മൾ ഈവൻ പാരിറ്റിയാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈവൻ പാരിറ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് അസ്യൂം ചെയ്യാം. നമുക്ക് ഓഡ് പാരിറ്റി എടുക്കാം. ഹിയർ വി ഹാവ് ടേക്കൺ ഈവൻ പാരിറ്റി. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ബിറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ നമ്മൾ റോ വൈസും കോളം വൈസും ഇതിൻ്റെ ഈവൻ പാരിറ്റി നമ്മൾ നോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം 0111 0110. ഓക്കെ, ഇപ്പോൾ 0110 അപ്പം എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട്? ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ്. അപ്പോൾ ഇതിനെ ഈവൻ ആക്കാൻ വേണ്ടി നമ്മൾ ഈവൻ പാരിറ്റി ഇവിടെ 1 സെറ്റ് ചെയ്യും. ഓക്കെ, ഈവൻ പാരിറ്റി നമ്മൾ 1 ഇവിടെ സെറ്റ് ചെയ്തു. ഇവിടെ നോക്കുക, ഇവിടെ 0111 ഇവിടെയും എത്രയാണ്? ഇവിടെ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഡാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഈവൻ ആക്കാൻ വേണ്ടി നമ്മൾ ഈവൻ പാരിറ്റി ഇവിടെ സെറ്റ് ചെയ്തു. ഓക്കെ, ലുക്ക് അറ്റ് ഹിയർ, ഇവിടെ 10100. ഓക്കെ, സോ ദ നമ്പർ ഓഫ് 1 ഈസ് സ്റ്റിൽ ഓഡ്. ഓക്കെ, അപ്പോൾ ഇതിന് ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈവൻ പാരിറ്റി ഇവിടെ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് 01011. Okay, so number of ones is still odd, so we'll make an even parity here 1. Okay, ഇപ്പോൾ ഈവൻ പാരിറ്റി കൂടെ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഈവൻ അല്ലേ. നമ്പർ ഓഫ് വൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈവൻ നമ്പർ ഓഫ് വൺസ് ആയില്ലേ, 1 2 3 4. ഓക്കെ, അപ്പോൾ നമ്മൾ റോ വൈസ് നമ്മൾ എടുത്തു. ഇനി കോളം വൈസും കൂടെ നമ്മൾ പാരിറ്റി ചെക്ക് ചെയ്യാം. കോളം വൈസ് നമ്മൾ പാരിറ്റി ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 0000 എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട്? 0 നമ്പർ ഓഫ് വൺസ് ആണ്. 0 ഓൾറെഡി ഇൻ ഈവൻ ആണ്. അതുകൊണ്ട് നമ്മളിവിടെ ഈവൻ പാരിറ്റി 0 ആയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നോക്കുക 1111. ഓക്കെ, എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട്? 4 വൺസ് ആണ്. സോ ഇറ്റ്സ് ഓൾറെഡി ഇൻ ഈവൻ. സോ വിൽ മേക്ക് ദ ഈവൻ പാരിറ്റി 0. 1100. ഓക്കെ, സോ ഇറ്റ് ഈസ് സ്റ്റിൽ എത്ര നമ്പർ ഓഫ് വൺസ്? 2 വൺസ്. സോ ഇറ്റ്സ് ഓൾറെഡി ഇൻ ഈവൻ. സോ വിൽ മേക്ക് ഇറ്റ് ഇസ് 0. ഈവൻ പാരിറ്റി 0. Next 1101. So how many number of ones? 3 ones are there. So it is not in even, it is odd. So in order to make it even, we'll add additional 1 odd parity bit 1. Okay, ഇത് കൂടെ ചേരുമ്പോഴത്തേക്കും ഇത് ഈവൻ ആയില്ലേ, 1 2 3 4. ഓക്കെ, ഈവൻ ആയി. ഇനി അടുത്തത് 0001. ഓക്കെ, ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇതിന് ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് വിൽ ആഡ് അഡീഷണൽ 1 ഹിയർ. അപ്പോഴത്തേക്കും ഈവൻ പാരിറ്റി ആയി. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബിറ്റ്സ്. ഓക്കെ, 2 ഡയമെൻഷണൽ പാരിറ്റി. ഇതിൽ നമ്മൾ എന്തെങ്കിലും എറർ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഹിയർ
ഇവിടെ ഈ സെക്കൻഡ് ബിറ്റ്, അതായത് സെക്കൻഡ് റോ സെക്കൻഡ് കോളം, അവിടെ ഒരു എറർ സംഭവിച്ചു. 1 എന്നുള്ളത് അവിടെ 0 ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ 0 1 1 0. ഓക്കെ, 0 1 1 0. അപ്പോൾ ഇവിടെ എന്താ വന്നത്? ഇവിടെ നമുക്ക് പാരിറ്റി എത്ര വന്നിരിക്കുന്നത്? 1 ആണ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഇവിടെ ഒരു എറർ വന്നു എന്നുള്ളത്, ഈ റോയിൽ ഒരു എറർ വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമ്മൾ കോളം വൈസ് നോക്കും. കോളം വൈസ് 1 1 1 1 1 1. ബട്ട് ഇവിടെ പാരിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഈവൻ പാരിറ്റി ശരിക്കും പറഞ്ഞാൽ 1 ആണ് വരേണ്ടത്. ബട്ട് ഇവിടെ പാരിറ്റി 0 ആണ്. സോ ദിസ് മീൻസ് ദാറ്റ് ഇവിടെയും എറർ വന്നു. ഓക്കെ, അപ്പോൾ ഈ റോയിലും ഈ കോളത്തിലും എറർ വന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യുമ്പം ഇവിടെയാണ് എറർ വന്നതെന്നുള്ളത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് കറക്റ്റബിൾ സിംഗിൾ ബിറ്റ് എറർ എന്ന് പറയുന്നത്. 2 ഡയമെൻഷണൽ പാരിറ്റിയിൽ നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് പൊസിഷനിലാണ് എറർ വന്നിരിക്കുന്നത് അതിനെ നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ, അത് സിംഗിൾ ബിറ്റ് ആണെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ മൾട്ടിപ്പിൾ ബിറ്റ്സ് ആണെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റില്ല. ഏത് റോ ഏത് കോളം അല്ലെങ്കിൽ ആ പൊസിഷൻ ഏതാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരും. അതാണ് അൺകറക്റ്റബിൾ എറർ പാറ്റേൺ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ രണ്ടാമത്തെ കോൺസെപ്റ്റ് അതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഈ പൊസിഷനിൽ കണ്ടോ 1 1 0 0 1 1 0 1 0 1 1. അപ്പോൾ എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട്? 4 വൺസ് ആണ്. സോ ഇറ്റ് ഈസ് ഇൻ ഈവൻ പാരിറ്റി ആയതുകൊണ്ട് നമ്മളിവിടെ നമ്മൾ ഈവൻ നമ്പർ ഓഫ് വൺസ് ആയതുകൊണ്ട് ഈവൻ പാരിറ്റി ആയിട്ടുള്ള 0 നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇവിടെ എറർ ഒക്കർ ചെയ്യാണ് ദ സെക്കൻഡ് ബിറ്റ് ആൻഡ് ദ സെക്കൻഡ് ലാസ്റ്റ് ബിറ്റ്. ഓക്കെ, 6th ബിറ്റ്, സെക്കൻഡ് ആൻഡ് ദ 6th ബിറ്റിൽ എറർ വരികയാണ്. അതായത് ഈ 0 ബിക്കംസ് 1 ആൻഡ് ദിസ് 1 ബിക്കംസ് 0. ഓക്കെ, അത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അത് മാറിയാലും നമുക്ക് എറർ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതായത് സപ്പോസ് ഈ ഒരു കോളമാണ് ഞാൻ എഴുതാൻ പോണത്. ഓക്കെ, ഈ കോളത്തിൽ ഈ ഒരു റോ ആണ് ഞാൻ എഴുതാൻ പോണത്. ഈ റോയിൽ ആദ്യം 0, പിന്നെ 1, പിന്നെ 1 1 0 0 1. ഓക്കെ, ഇങ്ങനെ വന്നു. ഓക്കെ, ഈ സെക്കൻഡ് റോ ആണ് ഞാൻ എഴുതിയത്. അപ്പോൾ സെക്കൻഡ് റോയിൽ ഈ വട്ടം ഇട്ടിരിക്കുന്ന സംഭവം അത് മാറി, അതിൻ്റെ ബിറ്റ്സുകൾ മാറിയിട്ടുണ്ട്. 0 എന്നുള്ള 1 ആയി. ഓക്കെ, ഇവിടെ നമുക്ക് 1 എന്നുള്ളത് 0 ആയി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ പാരിറ്റി ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരേണ്ടത്? പാരിറ്റി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും 1 1 1 1. ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ ഈവൻ നമ്പർ ഓഫ് വൺസ് ആണ്. സോ ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻ ഈവൻ. സോ ദ പാരിറ്റി വിൽ ബി 0. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ പാരിറ്റി ഓൾറെഡി 0 ആണ്. പാരിറ്റി ഇവിടെ ഓൾറെഡി 0 ആണല്ലേ. അതുകൊണ്ട് നമുക്ക് എന്താണ് ഇവിടെ എറർ സംഭവിച്ചതെന്നുള്ളത് വി കനോട്ട് ഡിറ്റക്റ്റ്. കാരണം 2 പൊസിഷനിൽ എറർ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിവിടെ എറർ വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിറ്റക്റ്റ്. ബിക്കോസ് ദ പാരിറ്റി ഈസ് നോട്ട് ഗെറ്റിംഗ് ചേഞ്ച്ഡ്. ഇവിടെ പാരിറ്റി ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, ഇപ്പോൾ പാരിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം, നമ്മൾ ഇവിടുത്തെ ബിറ്റ് നോക്കി പാരിറ്റി ഇവിടെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ എറർ വന്നു എന്നുള്ളത്. ഈ എറർ വന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇതാണ് ഈ 2 ഡയമെൻഷണൽ പാരിറ്റി ചെക്കിങ്ങിൽ മൾട്ടിപ്പിൾ പൊസിഷനിൽ, അതായത് മോർ ദാൻ 1 ബിറ്റിൽ എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അൺകറക്റ്റബിൾ ആൻഡ് അൺഡിറ്റക്റ്റബിൾ ഓൾസോ. ക്ലിയർ? അതാണ് 2 ഡയമെൻഷണൽ പാരിറ്റി ചെക്ക്.